എത്രയോ ദിവസമായി നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണത്തോടെ സത്യം പുറത്തേക്ക് വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ആ SITക്ക് നേരെ ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. കുറ്റപത്രം നൽകാൻ വൈകുന്നത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതോടെയാണ് വലിയ വിമർശനം SITക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത്. ഇന്ന് കോടതിയും SITയെ ആ വിഷയത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന സംശയം കോടതി ഇന്ന് SITയോട് ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്നു. ഇന്ന് സമാനമായ ചോദ്യവും സംശയവും കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉയരുമ്പോൾ അതിന് വലിയ ഗൗരവം ലഭിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT കുറ്റപത്രം നൽകാത്തതിനെയാണ് കോടതി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീനാണ് രൂക്ഷ വിമർശനം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പ്രതികൾക്ക് എങ്ങനെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്ന് കോടതി ചോദിച്ചു. കുറ്റപത്രം നൽകിയാൽ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിൽ പോകുന്നത് തടയാനാകും, അല്ലാത്ത പക്ഷം പൊതുജനങ്ങൾക്ക് അന്വേഷണത്തിൽ സംശയമുണ്ടാകും എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് കോടതി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തേത് ഗുരുതര സാഹചര്യമാണ് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ട് ഏറെക്കുറെ 90 ദിവസമാകുന്നു. എന്നിട്ടും കുറ്റപത്രം വൈകുന്നതിന്റെ കാരണം എന്താണ് എന്നതാണ് കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇത്തരം ചില സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. SITക്ക് മേൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ പ്രതി ചേർത്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഇന്ന് ഈ വിടുതൽ ഹർജി നൽകിയത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി നൽകിയത്. ഇത് പരിഗണിക്കവെയാണ് ഇന്ന് ഇപ്പോൾ SITയുടെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് SITയെ കോടതി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അറസ്റ്റ് അനിവാര്യമാണെന്നും പക്ഷേ അറസ്റ്റിനുള്ള കാരണങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ എന്താണ് കോടതിയുടെ വിമർശനത്തിനിടയാക്കിയ സാഹചര്യം? SITക്ക് ഇങ്ങനെ കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. മുഖ്യപ്രതികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് ആയിട്ടില്ല. ഇതാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്ന സാഹചര്യം. ഇതോടെ നിയമപ്രകാരമുള്ള സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾ അർഹരാകുന്നുണ്ട്. ദ്വാരപാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലും ജാമ്യം ലഭിച്ച മുൻ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായിരുന്നു. കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിൽ ഒരേ ദിവസമാണ് മുരാരി ബാബു അറസ്റ്റിലായത്. അതിൽ ജാമ്യം ലഭിച്ചപ്പോഴാണ് മുരാരി ബാബു കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കേസിൽ കൂടി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഫെബ്രുവരി ആദ്യ തന്നെ അതിനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. അതിനു മുൻപ് ഈ കുറ്റപത്രം നൽകിയിട്ടില്ല എങ്കിൽ മറ്റുള്ളവരും ഈ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇങ്ങനെ സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾ അർഹരാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നത് പക്ഷേ ഇനിയും വൈകും എന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇത്തരമൊരു വിമർശനം വരുന്നത്. കൂടുതൽ പ്രതികൾ ഈ സ്വാഭാവിക ജാമ്യം തേടി പുറത്തു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന അവസ്ഥ എത്തിയപ്പോഴാണ് കോടതിക്ക് പോലും ഈ രീതിയിൽ വിമർശനം ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നത്. ഇനിയും കുറ്റപത്രം വൈകും എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നതായിരുന്നു പുറത്തു വന്നിരുന്ന വിവരമെങ്കിൽ അത് വൈകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നതുകൂടി നോക്കിയാൽ അന്വേഷണത്തിൽ SITക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പെന്നെഴുതിയ ദേവസ്വം മിനിറ്റ്സിന്റെ ശാസ്ത്രീയ പരിശോധന അത് നടത്തുന്നതിൽ SITക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. രേഖകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് SIT നടപടി തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിനായി പത്മകുമാർ അടക്കമുള്ള പ്രതികളുടെ കൈയെഴുത്ത് സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നു SIT. എന്നാൽ ഇതൊക്കെ എപ്പോഴേ തന്നെ ആകാമായിരുന്നു ഈ പരിശോധന എന്ന ചോദ്യമാണ് ഉയരുന്നത്. SIT കണ്ടെത്തിയ പ്രധാന തെളിവായിരുന്നു സ്വർണ്ണപ്പാളി എന്നതിന് പകരം ചെമ്പ് എന്നെഴുതിയ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ്. ഇതിൽ പത്മകുമാറിന്റെ കൈപ്പടയിലാണ് ഇത് വെട്ടി എഴുതിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുന്നു. പത്മകുമാറിന്റെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് ഈ തെളിവ് ലഭിക്കുന്നത് കൂടിയാണ്. അപ്പോൾ അതിന്റെ പരിശോധന ഇത്രയും ദിവസം വൈകിപ്പിച്ചിരിക്കുകയാണ് SIT യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ
വേണമെങ്കിൽ പ്രതികൾക്ക് ഈ വിചാരണ വേളയിൽ നിഷേധിക്കാം, അതെന്റെ കൈയക്ഷരമല്ല എന്നൊക്കെ നിഷേധിക്കുകയും രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ഒക്കെ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം തെളിവുകൾ ലഭിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തയ്യാറാകുന്നത്. ആ രക്ഷപ്പെടുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്ര പരിശോധന നടത്തുന്നത്. ഇത് നടത്തുന്നതിലാണ് ഇപ്പോൾ SIT വീഴ്ച വരുത്തിയിരിക്കുന്നത്. പാളികൾ മാറ്റിയോ എന്നതിലും കൂടുതൽ വ്യക്തതയുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിക്കണം. അന്തിമ റിപ്പോർട്ട് തയ്യാറായാലും സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ മാത്രമാണ് കുറ്റപത്രം നൽകാൻ കഴിയുക. ഈ സാഹചര്യങ്ങളിൽ ഈ കുറ്റപത്രം നൽകൽ വൈകും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മൊഴികളുടെയും ചില രേഖകളുടെയും അടിസ്ഥാനത്തിലുള്ള അറസ്റ്റിലാണ് ഇത്തരം ശാസ്ത്രീയ പരിശോധനകൾ അനിവാര്യമെന്ന് വരുന്നത്. ഈ സാഹചര്യത്തിൽ കുറ്റപത്രം നൽകൽ ഇനിയും വൈകും എന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ പേർ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുമോ എന്ന സംശയമാണ് ഉയരുന്നത്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് അന്വേഷണ സംഘം വീഴ്ച വരുത്തി എന്ന വാദം ഓരോ പ്രതികളും ഇനി കോടതിയിലേക്ക് ഉന്നയിക്കാൻ പോവുകയാണ്. 90 ദിവസം പിന്നിടുന്നതോടുകൂടി തന്നെ അത് കോടതി കൂടി അംഗീകരിച്ചാൽ അവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉരുത്തിരിയുമെന്നതാണ് മനസ്സിലാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ ഓരോരുത്തരായി ജയിൽ മോചിതരാകാനുള്ള സാധ്യതയാണ് ഇതിൽ ഏറി വരുന്നത്. ഇത് മാത്രമാണോ SITക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ? അല്ല എന്നതാണ് സത്യം. ഇനിയുമുണ്ട് വീഴ്ച അല്ലെങ്കിൽ വെല്ലുവിളികൾ SITക്ക് മുന്നിൽ ഏറെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. തൊണ്ടി മുതലായ സ്വർണം കണ്ടെത്താൻ SITക്ക് കഴിയാത്തത് കേസിനെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. അന്വേഷണം നടന്ന് ഇത്രയും ആയിട്ടും തൊണ്ടി മുതൽ പൂർണ്ണമായും കണ്ടെത്താൻ SIT സംബന്ധിച്ച് കഴിഞ്ഞിട്ടില്ല. സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കടത്തിയ 2 കിലോയോളം സ്വർണം എവിടേക്ക് പോയി, ആർക്ക് വിറ്റു, ഇതൊന്നും തന്നെ തെളിയിക്കാനോ തുമ്പ് കണ്ടെത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഈഞ്ചക്കലിലെ ഓഫീസിലും ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്തും പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒക്കെ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ ഇരുത്തി SIT ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തേടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് അത്തരം വിവരങ്ങളൊന്നും തന്നെ SITക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. മുൻ മൊഴികളിൽ ഇവരെല്ലാം ഉറച്ചു നിൽക്കുന്നതോടെ ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതാണ്ട് അന്വേഷണം വഴിമുട്ടിയ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് SIT എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു, കാലതാമസമുണ്ടാകുന്നു, നേരാം വിധത്തിലുള്ള പുരോഗതി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല. ഏറ്റവും അത്യാവശ്യമായ കണ്ടെത്തലുകളിലേക്ക് പോലും SIT എത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഈ വിഷയം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാണിച്ചിരുന്നതാണ്. സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ പോയി? SIT ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലാണോ? SIT പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ? തുടങ്ങിയ സംശയങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ഇപ്പോൾ കോടതിയുടെ തന്നെ വിമർശനത്തിനിടയാക്കുന്ന സാഹചര്യം സ്വാഭാവികമായും പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് സഭയിൽ ഈ വിഷയം വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്തു. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരായ നജീബ് കാന്തപുരവും CR മഹേഷും സത്യഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട്. സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്താൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് സഭയിൽ കണ്ടത്. സഭയിൽ നിന്ന് ഒളിച്ചോടുകയല്ല, സഭാ നടപടികളോട് സഹകരിച്ചുകൊണ്ട് തന്നെ അവർ പ്രതിഷേധവും ഒരു ഭാഗത്ത് നടത്തുന്നു. പ്രതിപക്ഷ സമരം നടത്തുന്നത് ഹൈക്കോടതിക്കെതിരെ എന്ന് പറഞ്ഞ് അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ള വിഷയം വലിയ പ്രതിഷേധത്തിനുള്ള വിഷയമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു. സഭയിൽ അവർ സമരം ആരംഭിച്ചിരിക്കുന്നു. അതേസമയം ഈ സമരം നടക്കുന്നത് സർക്കാരിനെതിരെയല്ല, അന്വേഷണ സംഘത്തിനെതിരെ അല്ല, കോടതിക്കെതിരെ എന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ചെയ്തിരിക്കുന്നത്. ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക.
അപ്പോൾ മുഖ്യമന്ത്രി ഹൈക്കോടതിക്കെതിരെയുള്ള സമരമായി ഇതിനെ ചിത്രീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറ്റപത്രം വൈകുന്നതും എത്ര സ്വർണം നഷ്ടപ്പെട്ടു, എന്താണ് ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ സ്വഭാവം, എന്തുകൊണ്ട് നിർണായകമായ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന വൈകി തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ SIT പ്രതിക്കൂട്ടിലാണ്. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടോ എന്ന സ്വാഭാവികമായ ചോദ്യം അവിടെ ഉയർന്നു നിൽപ്പുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നതായിരുന്നു പ്രതീക്ഷ. കോടതി ഇടപെടൽ ഇനിയും നിർണായകമാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഈ വിഷയം ഇനി പരിഗണിക്കുമ്പോൾ കോടതി എങ്ങനെയാണ് ഈ അന്വേഷണത്തെ വിലയിരുത്തുക, പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യത്തെ കോടതി എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ നിർണായകമാകും. എന്തായാലും കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നു എന്നതാണ് പ്രതീക്ഷ. കോടതി തന്നെ ഈ അന്വേഷണത്തിന്റെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാട്ടട്ടെ. നേരായ വഴിയിൽ അന്വേഷണം കൊണ്ടുപോകാൻ കോടതിക്കാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.